ഹലോ ഓൾ വെൽക്കം ടു ഓപ്റ്റിമൽ ഹെൽത്ത്. വാട്ട് ടു ഈറ്റ്, എന്തൊക്കെയാണ് നമ്മൾ കഴിക്കേണ്ടത്? ഹൗ മച്ച് ടു ഈറ്റ്, എത്ര അളവിലാണ് നമ്മൾ ഭക്ഷണം കഴിക്കേണ്ടത്? വെൻ ടു ഈറ്റ്, എപ്പോഴാണ് നമ്മൾ കഴിക്കേണ്ടത്? നമ്മൾ പലപ്പോഴും നമ്മൾ കഴിക്കേണ്ട ഡയറ്റിൻ്റെ പ്രൊപ്പോർഷൻ, അളവ്, അതിൻ്റെ തോത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് പലപ്പോഴും പല ആൾക്കാർക്കും അറിയില്ല എന്നുള്ളതാണ്. ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്ക് നമ്മുടെ ശരീരത്തിന് ഒരു ദിവസം ആനുപാതികമായിട്ട് വേണ്ട ന്യൂട്രീഷൻ ഒരു ദിവസം കഴിക്കുന്ന ഭക്ഷണത്തിലൂടെ നമുക്ക് കിട്ടണം. ഇതെല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. നമുക്കൊരു ദിവസം അന്നജം ആവശ്യമാണ്. ശരീരത്തിന് ആനുപാതികമായിട്ടുള്ള അന്നജം, നമുക്ക് ഊർജം തരുന്നത് അന്നജം ആവശ്യമാണ്. കൊഴുപ്പ്, കൂടുതലായിട്ട് ഭാരം ഉള്ള ജോലി ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫാറ്റ് വളരെ ആവശ്യമാണ്. പ്രോട്ടീൻ വളരെ ആവശ്യമാണ്. വളർച്ചയ്ക്കും അതേപോലെ തന്നെ മസിൽസിനും ബോൺസിനും എല്ലാത്തിനും പ്രോട്ടീൻ നമുക്ക് ആവശ്യമാണ്. വൈറ്റമിൻസ് ആൻഡ് മിനറൽസ് എന്ന് പറഞ്ഞാൽ നമുക്ക് നട്ട്സ് ആൻഡ് ബോൾസ് എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. വലിയ വലിയ മെഷീനറീസിൻ്റെ നട്ട്സ് ആൻഡ് ബോൾസ് പോലെയാണ് വൈറ്റമിൻസ് ആൻഡ് മിനറൽസ് എന്ന് പറയുന്നത്. അതേപോലെ നമ്മളെ ജീവനാഡിയാണ് നമ്മൾ കുടിവെള്ളം എന്ന് പറയുന്നത്. ഇതിൻ്റെ പ്രൊപ്പോർഷൻ എന്താണ്? എത്ര അളവിൽ അന്നജം കഴിക്കണം? ഒരു ദിവസം ഞാൻ കഴിക്കേണ്ട കാലറിയുടെ അളവ് എത്രയാണ്? എത്ര അളവിൽ ഞാൻ ഫാറ്റ് കഴിക്കണം? എത്ര അളവ് വരെ എനിക്ക് പ്രോട്ടീൻ ഒരു ദിവസം ശരീരത്തിന് താങ്ങാനായിട്ട് സാധിക്കുന്നുണ്ടാവും? എത്ര അളവിൽ വെള്ളം കുടിക്കണം? എത്ര വൈറ്റമിൻസ് എനിക്കൊരു ദിവസം ആവശ്യമാണ്? എത്ര മിനറൽസ് ആണ് പ്രകൃതിയിലുള്ളത്? എത്ര മിനറൽസ് നമ്മളൊരു ദിവസം ശരീരത്തിന് ആവശ്യമാണെന്നുള്ളത് പല വ്യക്തികൾക്ക് ഇതിൻ്റെ പ്രൊപ്പോർഷനേറ്റ് എമൗണ്ട് അറിയില്ല എന്നുള്ളതാണ്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഇതിൻ്റെ പ്രൊപ്പോർഷനേറ്റ് എമൗണ്ട് എന്തൊക്കെയാണ് എന്നുള്ളത്. എത്ര കാലറി നമ്മൾ കഴിക്കണം, എത്ര അന്നജം കഴിക്കണം, എത്ര കൊഴുപ്പ് കഴിക്കണം, എത്ര വൈറ്റമിൻസ് മിനറൽസ് ഒക്കെ വേണമെന്നുള്ളത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലൂടെ നമുക്ക് കാണാൻ സാധിക്കും.